ശ്രീ ജോസഫ് വാഴക്കൻ, പരാജയഭീതിയാണ് പലരെയും പിന്നോട്ടടിക്കുന്നത് എന്ന് CPM പറഞ്ഞാലും ഇല്ലെങ്കിലും നമ്മുടെ മുന്നിൽ ഒരു ചർച്ചാ വിഷയമായി വന്നു നിൽക്കുന്നു ഇത്. അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് CPMൻ്റെ ഈ സ്ഥാനാർത്ഥി പട്ടിക വളരെ ആത്മവിശ്വാസത്തോടെ അവർ പുറത്തുവിട്ടതിന് ശേഷമാണ് എന്നത് ഈ ചർച്ചയെ മറ്റൊരു രാഷ്ട്രീയ സ്വഭാവമുള്ളതാക്കുന്നു. അപ്പോൾ അവിടെയാണ് നിങ്ങൾ ഈ പറയുന്നത് എല്ലാം ഭദ്രമാണ്, എവിടെ നിന്നാലും ജയിക്കും, പിന്നെ ഒരു ക്രമീകരണത്തിൻ്റെ കാര്യത്തിനുള്ള സാവകാശം എടുക്കലാണ് എന്ന്. രാഷ്ട്രീയമായി ഉയരുന്ന ചോദ്യങ്ങൾക്ക് രാഷ്ട്രീയമായ മറുപടി പറയേണ്ട സന്ദർഭത്തിൽ എത്തി നിൽക്കുന്നു എന്ന ഗൗരവം പോലും ഇല്ലാതെയാണ് ഈ പറയുന്ന പുകഴ്ത്തൽ പരാമർശങ്ങൾ വരുന്നത്. ആരെവിടെ നിന്നാലും ജയിക്കും എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഈ കൽപ്പനകൾ ഇങ്ങനെ വ്യാമോഹം പോലെ ഇങ്ങനെ വിറ്റഴിക്കുന്നത്. ഇത് ശരിയാണോ ശ്രീ വാഴക്കൻ? ഇത് നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഇതിനേക്കാൾ അപ്പുറത്തെ തല്ലും പിടുത്തവും ഉണ്ടായിട്ടുണ്ട്, ഇതിനേക്കാൾ അധികം കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ള പിൻചരിത്രം പറയാനുള്ള സന്ദർഭമാണോ? ഇവിടെ ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് ഉത്തരവാദപ്പെട്ട പ്രസ്ഥാനങ്ങൾ ആ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യമല്ല, അതുവരെ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിൻ്റെ തുടർന്നുള്ള ഉത്തരവാദിത്വത്തോടെയുള്ള ഒരു നിർവഹണമായി അതിനെ അവതരിപ്പിക്കുന്നു. അവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന ഞങ്ങൾ ഡൽഹിയിൽ പോയിരിക്കുന്നു, അവിടെ പോയി തീരുമാനിക്കും, സ്ക്രീനിങ് കമ്മിറ്റിയുടെ ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്, അപ്പോൾ തീരുമാനിക്കും, ഇങ്ങനെയുള്ള ഓരോ തരം വാദഗതികൾ മുന്നോട്ട് വയ്ക്കുന്നത്. പത്തോ 25 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതൊക്കെ പറയാം. ഇവിടെ ഇവർ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇടതുപക്ഷ ജനാധിപത്യം ഒന്നുമില്ല, ഇടതുപക്ഷ മുന്നണിയേ ഉള്ളൂ. ജനാധിപത്യക്കാരെ എല്ലാം അടിച്ച് വെളിയിലാക്കി. ഇത് നിങ്ങളിപ്പോൾ PJ ജോസഫിൻ്റെ കാര്യം, കേരള കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങളുടേതിനകത്തായ LJP അവരുടെ സ്ഥിതി എന്താ? അവർ തന്നെ മനയത്ത് യന്ത്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ പത്രസമ്മേളനം നടത്തിയിട്ടല്ലേ നിങ്ങൾക്കെതിരെ സംസാരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സ്ഥാനാർത്ഥി P ജയരാജൻ അവരുടെ കാല് പിടിക്കാൻ പോയിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് മുന്നണിക്കകത്തൊക്കെ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഇനിയിപ്പോൾ സീനിയർ നേതാക്കന്മാരെ ഒക്കെ അണിനിരത്തിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റാണ് വരുന്നെങ്കിൽ അപ്പോൾ ചർച്ച ഇതല്ല. അപ്പോൾ പറയും ഇതാ കടൽ കിളവന്മാരെ മുഴുവൻ, സീനിയർ ആളുകളെ മുഴുവൻ ഇറക്കിയിരിക്കുന്നു, ചെറുപ്പക്കാരെ മുഴുവൻ മാറ്റിയിരിക്കുന്നു, യുവാക്കൾക്ക് അവസരമില്ല, സ്ത്രീകൾക്ക് അവസരമില്ല. അപ്പോൾ പിന്നെ ആ രീതിയിലാവും പ്രചരണം. ഏത് കാണിച്ചു കഴിഞ്ഞാലും അപ്പോഴെന്തെങ്കിലും പ്രചരണം നടത്താൻ കഴിയും. പിന്നെ KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് മാറിയത് ആരിഫിനെ പേടിച്ചിട്ടാണ്. എൻ്റെ റഹിമെ ഒന്ന് അന്വേഷിച്ച് നോക്ക്. അവിടെ KC വേണുഗോപാൽ നിന്നാൽ KC വേണുഗോപാൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. KC വേണുഗോപാലിൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്ന 540 സീറ്റിൽ സഖ്യകക്ഷികൾ ഒഴിച്ച് ബാക്കി മുഴുവൻ സീറ്റുകളും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്ന പാർട്ടിയാണ്. അതിന് ശങ്കർറാവ് ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. രാഹുൽ ഗാന്ധി സ്വാഭാവികമായും ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും, ഇന്ത്യ മുഴുവൻ പ്രചരണം നടത്തും. അപ്പോൾ ഓഫീസിൽ നിന്നുകൊണ്ട് അവസാന നിമിഷം വരെ ഈ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തുവിടുക തുടങ്ങിയിട്ടുള്ള എല്ലാ ഉത്തരവാദിത്വവും വഹിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ജോലിയിലാണ് ശ്രീ KC വേണുഗോപാൽ. കാരണം ഇന്നിപ്പോൾ നമുക്കറിയാം അവസാനത്തെ ഫേസ് നടക്കുന്ന മെയ് 19-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഏപ്രിൽ മാസം 23-ാം തീയതിയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസങ്ങളായിരിക്കും മറ്റുള്ള സ്ഥലത്തെ സ്ഥാനാർത്ഥികളെ ലിസ്റ്റ് പോലും പബ്ലിഷ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വളരെ വലിയൊരു ഉത്തരവാദിത്വമുള്ളത് കൊണ്ട് അതല്ല എങ്കിൽ ഒരാരിഫും KC വേണുഗോപാലിന് മുമ്പിൽ ഒന്നുമല്ല, തെറ്റിദ്ധാരണയൊന്നും വേണ്ട. നിങ്ങൾ വിത്തെടുത്ത് കുത്തിയിരിക്കുകയല്ലേ ഇപ്പോൾ 6 MLA-മാരെ നിങ്ങൾക്കതല്ലാതെ വെളിയിലിറക്കാൻ കൊള്ളാവുന്ന ഒരുത്തനെങ്കിലും ഇല്ലാത്തത് കൊണ്ടല്ലേ 6 MLA-മാരെ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അതല്ലാതെ ഒരു ഓൾട്ടർനേറ്റീവ് ഈ MLA-മാരെന്നുള്ളവരല്ലാതെ ഒരു ഓൾട്ടർനേറ്റീവിന് നിങ്ങൾക്ക് എടുക്കാനുണ്ടായിരുന്നോ? ഇല്ലാത്തത് കൊണ്ടല്ലേ ഇവരെ തന്നെ ജോസഫ് വാഴക്കൻ നിങ്ങളുടെ സാധ്യതാ ലിസ്റ്റിലും ഏതാണ്ട് 5 MLA-മാർ ഇടം നേടിയിരിക്കുന്നു. നഷ്ടമുണ്ടാകും, സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാകും എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. ഇത് സാധ്യതാ ലിസ്റ്റ് നിങ്ങൾ പത്രങ്ങളിലൂടെ വരുന്നതല്ലേ. ചിലപ്പോൾ ഞങ്ങളെ 1-2 MLA-മാരൊക്കെ ചില സാഹചര്യങ്ങളിലൊക്കെ മത്സരിച്ചെന്നിരിക്കാം. അതല്ലാതെ ഈ 6 MLA-മാരെ കൂടടച്ച് വേറെ ആരെയും വെളിയിലിറക്കാനില്ലാതെ കൂട്ടടച്ചു കൊണ്ടുവന്ന ആളുകളെ നിർത്താറില്ല. അതിനേക്കാൾ രസം എന്താ വെച്ചാൽ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം സാധാരണ ഇതുപോലെ MLA-മാർ നിൽക്കുമ്പോൾ ആളുകൾ പറയും ബൈ ഇലക്ഷൻ വരുമോ, ബൈ ഇലക്ഷൻ വരും, വെറുതെ നഷ്ടമുണ്ടാകും, സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാകും, സാമ്പത്തികമായി സംസ്ഥാനത്തിന് ഖജനാവിന് നഷ്ടമുണ്ടാകും എന്നൊക്കെ പറയും. ഇതൊരു നഷ്ടവും വരികയില്ല. കാരണം ഒരു ബൈ ഇലക്ഷനും വരികയില്ല. ഈ 6 എണ്ണവും ജയിക്കാൻ പോകുന്നില്ല. ഞാൻ എഴുതി വെച്ചിരിക്കുന്നു ഒരു 2 എണ്ണമെങ്കിലും 3-ാം സ്ഥാനത്ത് പോകും ഈ MLA-മാർ. അവർക്ക് MLA സ്ഥാനങ്ങൾ ഇനി പറഞ്ഞുകൊണ്ട് നടക്കാൻ മേലാത്ത അവസ്ഥ വരും. 3-ാം സ്ഥാനത്ത് വരെ പോകാൻ സാധ്യതയുണ്ട്. അതാണ് ഇന്ന് കേരള രാഷ്ട്രീയം. കേരളത്തിലെ UDF-ന്റെ കേരളത്തിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് UDF-ന് അനുകൂലമാണ്, യാതൊരു സംശയവുമില്ല. അതാണ് പ്രശ്നം. ജോസഫ് വാഴക്കൻ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായിട്ടും അനുയോജ്യനായ സ്ഥാനാർത്ഥികളെ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ഇരുട്ടിൽ തപ്പുന്നു എന്നാണ് നിങ്ങൾക്കെതിരെ ഇപ്പോൾ ഉയർന്ന വിമർശനം. മത്സരിക്കാൻ വിജയസാധ്യതയുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന ആളുകൾ മത്സരിക്കാൻ സന്നദ്ധമാകുന്നില്ല. ഇവിടെ
ശ്രീ റഹീമും ചൂണ്ടിക്കാട്ടുകയുണ്ടായി, ശ്രീ ജേക്കബ് ജോർജും ചൂണ്ടിക്കാട്ടുകയുണ്ടായി. 50 വർഷം തികയ്ക്കാനുള്ള അവസരമെങ്കിലും ഉമ്മൻചാണ്ടിക്ക് നൽകാതെ എല്ലാവരും കൂടി ഉമ്മൻചാണ്ടി മത്സരിക്കണം എന്നൊറ്റക്കാലിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും 2 ജില്ലകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേരുൾപ്പെടുത്തി ഈ ലിസ്റ്റ് പോയതിൻ്റെ സാഹചര്യം എന്താണ്? ഐ ഗ്രൂപ്പിനാണ് പ്രത്യേക താല്പര്യം ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കാൻ. എന്തുകൊണ്ട്? ഇതൊക്കെ നിങ്ങളുടെ വേർഷനാ. അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് നോക്കിയാൽ നിർത്താൻ പറ്റുന്ന ആളല്ല ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി ഏത് പൊസിഷനിൽ നിൽക്കണം, എന്തായിരിക്കണം അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഉത്തരവാദിത്തം എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് അദ്ദേഹത്തിൻ്റെ ആ ഉത്തരവാദിത്തം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് അദ്ദേഹം ചുമതലകൾ ഏറ്റെടുക്കും. അതിനൊന്നും യാതൊരു സംശയവുമില്ല. അതല്ലാതെ അതൊന്നും ഈ ഒരു കാര്യം ഞാൻ വേണുവിനോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ചയുമില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ ഗ്രൂപ്പ് ഒന്നും ഒരു പ്രധാനപ്പെട്ട വിഷയമേ അല്ല. വിൻഡബിലിറ്റി മാത്രമാണ്. അതിന് പറ്റിയ കാൻഡിഡേറ്റ്സിനെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒന്നിൽ കൂടുതൽ കാൻഡിഡേറ്റ്സ് എല്ലാ നിയോജകമണ്ഡലത്തിലുമുണ്ട്. പക്ഷേ പല കോമ്പിനേഷനുകൾ നോക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ഡിസ്കഷനൊക്കെ നടന്നു എന്നിരിക്കും. അത്ര ഒരു ചർച്ച മാത്രമേ ഇന്ന് ഡൽഹിയിൽ നടന്നിട്ടുള്ളൂ. ഒരാളുടെ കാര്യത്തിൽ ആർക്കെങ്കിലും പിടിവാശിയോ ഒരാളെ നിർത്തണമെന്നോ ഒരു പിടിവാശിയും ആർക്കുമില്ല. ആർക്കും വളരെ ഓപ്പണാണ്. ഇത്തവണ ഞങ്ങൾക്ക് പരമാവധി സീറ്റുകൾ കേരളത്തിൽ നിന്ന് ജയിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും. ജോസഫ് അഴകിൻ, ഇപ്പോ അങ്ങ് പറയുന്നത് പോലെ ഉമ്മൻചാണ്ടിയോട് മത്സരിക്കാൻ ഹൈക്കമാൻഡ് അങ്ങ് പറയുന്നത് പോലെ ഉമ്മൻചാണ്ടി ജയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പുതുപ്പള്ളിയിൽ ഒരു ഒഴിവ് വരും. 6 മാസത്തിനകം അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. അവിടെ ആര് സ്ഥാനാർത്ഥിയാകും? എത്രയോ ആളുകളുണ്ട് കോട്ടയം ജില്ലയിൽ, അല്ല ജില്ലയ്ക്ക് വെളിയിൽ. കോട്ടയം ജില്ലയിൽ തന്നെ എത്രയോ ആളുകളുണ്ട് അവിടെ സ്ഥാനാർത്ഥിയാകാൻ. അതൊന്നും അങ്ങനത്തെ ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും കോൺഗ്രസിനില്ല. നേതൃദാരിദ്ര്യം എന്നൊന്നും കോൺഗ്രസിനില്ല. ഏത് സീറ്റ് നിങ്ങൾ എടുത്തു പറഞ്ഞാലും സ്ഥാനാർത്ഥികളുടെ ബുദ്ധിമുട്ടല്ല പറഞ്ഞത് എന്ന് ശ്രീ ജോസഫ് അഴകിനും അറിയാം. ഞാൻ അങ്ങയിലേക്ക്